ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റുകളിലേക്കുള്ള PSC വിജ്ഞാപനം ഈ മാസം 30-ന് ഡിസംബർ 3 വരെ അപേക്ഷിക്കാം. കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് ഉൾപ്പെടെ 20 തസ്തികകളിലേക്കുള്ള പുതിയ വിജ്ഞാപനം PSC യോഗം അംഗീകരിച്ചു. വിജ്ഞാപനം ഈ മാസം 30-ന്റെ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. ഡിസംബർ 3 വരെ അപേക്ഷിക്കാം. നിലവിലെ റാങ്ക് പട്ടികയ്ക്ക് 2027 ജനുവരി 11 വരെ കാലാവധിയുണ്ട്. ആ വർഷം ജനുവരിയിൽ തന്നെ പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനാണ് ഇപ്പോൾ വിജ്ഞാപനം തയ്യാറാക്കിയത്. 7ാം ക്ലാസ് വിജയമാണ് യോഗ്യത. ഉയർന്ന യോഗ്യതയുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. പ്രായം 18-നും 36-നും ഇടയിലാണ്. വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച ശേഷം ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. പോലീസ് ബാൻഡിൽ കോൺസ്റ്റബിൾ, ഫിഷറീസ് വകുപ്പിൽ ഫിഷറീസ് ഓഫീസർ, മിൽമയിൽ സ്റ്റെനോഗ്രാഫർ, ജലഗതാഗത വകുപ്പിൽ ബോട്ട് ലാസ്കർ, വ്യവസായ വികസന കോർപ്പറേഷനിൽ അക്കൗണ്ട് എന്നീ തസ്തികകളിലും വിജ്ഞാപനമുണ്ടാകും. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, NCI വിജ്ഞാപനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. കമ്പനി ബോർഡ് കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നവംബർ 19 വരെ അപേക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗതാഗത വകുപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കർശനമാക്കുന്നു. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഡ്രൈവിംഗ് സ്കൂളുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ച സംസ്ഥാന ഗതാഗത വകുപ്പ് ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ തന്നെ കാൽനട യാത്രക്കാർക്കും റോഡിലെ മറ്റു വാഹനങ്ങൾക്ക് നൽകേണ്ട പരിഗണനയെക്കുറിച്ചും ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ പഠിതാക്കളെ ബോധ്യപ്പെടുത്തണമെന്നാണ് ഗതാഗത വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കണമെന്നും ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ നിരവധി കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി എന്നിവരെ ഹൈക്കോടതി വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ തന്നെ സുരക്ഷാ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് MVD-മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാഹന പരിശീലനത്തിന്റെ ഭാഗമായി കൊണ്ടുവരാൻ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഡ്രൈവിംഗ് സ്കൂളുകളുടെ ലൈസൻസ് റദ്ദാക്കുന്നതുവരെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒക്ടോബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ 27-ന് വിതരണം തുടങ്ങും. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുക. ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി 812 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു.